Dear friends, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് പോളിട്രോപിക് പ്രോസസ്സിനെ കുറിച്ചാണ്. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ഡിപ്ലോമ 2015 സ്കീം തെർമൽ എഞ്ചിനീയറിംഗിന്റെ ടോപ്പിക്സ് 1 by 1 ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇതിനു മുമ്പ് നമ്മൾ ഐസോബാറിക്, ഐസോകോറിക്, ഐസോതെർമൽ, അഡയാബാറ്റിക് എന്നിവ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് പോളിട്രോപിക് പ്രോസസ് എന്താണെന്നുള്ളത് നോക്കാം. സാധാരണ പ്രകൃതിയിൽ കാണപ്പെടുന്ന പ്രോസസ്സുകളൊക്കെ റിയൽ ആയിട്ട് യഥാർത്ഥത്തിൽ നടക്കുന്ന പ്രോസസ്സുകളൊക്കെ ഈ മുൻപറഞ്ഞ പ്രോസസ്സുകളൊന്നും അല്ല. യഥാർത്ഥത്തിൽ പ്രകൃതിയിൽ നടക്കുന്ന പ്രോസസ്സുകളിൽ പ്രഷർ കോൺസ്റ്റന്റ് ആവാറില്ല, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആവാറില്ല, വോളിയം ഒന്നും കോൺസ്റ്റന്റ് ആവാറില്ല. അത്തരം പ്രോസസ്സുകളെ പൊതുവിൽ വിളിക്കുന്ന പേരാണ് നമ്മൾ പോളിട്രോപിക് പ്രോസസ് എന്നുള്ളത്. ഓക്കെ ആണല്ലോ. പോളിട്രോപിക് പ്രോസസ്സിന്റെ ഓരോ കേസുകളാണ് നമ്മൾ ഇതുവരെ പഠിച്ചതൊക്കെ. അതെങ്ങനെയെന്നുള്ളത് വിശദീകരിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പഠിക്കേണ്ട ഇറ്റ് ഈസ് എ ജനറൽ പ്രോസസ് ഓർ വെരി ക്ലോസ് ടു റിയൽ പ്രോസസ്. ഇനി പോളിട്രോപിക് പ്രോസസ്സിൽ അഡയാബാറ്റിക് പ്രോസസ്സ് പോലെ തന്നെ കംപ്രഷനോ എക്സ്പാൻഷനോ നടക്കുന്ന സമയത്ത് അവിടെ പ്രഷറും വോളിയം തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു റിലേഷൻ ഉണ്ട്. അതാണ് ഇവിടെ കൊടുത്തത് മുകളിലായിട്ട് ഫസ്റ്റ് ലൈനിൽ PV/n = കോൺസ്റ്റന്റ് എന്നുള്ളതാണ് അത്. ഇനി എന്താണ് ഒരു പോളിട്രോപിക് പ്രോസസിന്റെ പ്രത്യേകത എന്ന് നോക്കാം. മുൻപ് പറഞ്ഞ പോലെ അഡയാബാറ്റിക്കിലെ പോലെ Q എന്തല്ല, 0 അല്ല. Q നോട്ട് ഈക്വൽ ടു 0 ആണ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് അല്ല, പ്രഷർ കോൺസ്റ്റന്റ് അല്ല, വോളിയവും കോൺസ്റ്റന്റ് അല്ല. ഇനി എന്തായിരിക്കും ചെയ്യുക? നമ്മൾ സാധാരണ പോലെ തന്നെ ഒരു പിസ്റ്റൺ സിലിണ്ടർ അസംബ്ലി ഇവിടെ കാണുന്ന പോലെ ഉണ്ടാവും. അതിന് നമ്മൾ എന്ത് ചെയ്യും? ഹീറ്റ് ചെയ്യും. പഴയതുപോലെ തന്നെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എപ്പോഴും ഉള്ള പോലെ തന്നെ അത് എന്ത് ചെയ്യും? പിസ്റ്റൺ എക്സ്പാൻഡ് ചെയ്യും. ഇത്ര തന്നെയാണ് പ്രോസസ്സ്. എക്സാമ്പിളുകളോ? ബ്ലോയിങ് എ ബലൂൺ അണ്ടർ ഹോട്ട് സ്കൈ. സാധാരണ പോലെ നമ്മളൊരു ബലൂണ് ചൂടുള്ള ഒരു അവസ്ഥയിൽ വീർപ്പിക്കുകയാണെന്ന് വിചാരിക്കുക. അത് പോളിട്രോപിക് പ്രോസസ്സിന് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. അതുപോലെ പ്രാക്ടിക്കലി സാധാരണ നടക്കുന്ന എല്ലാ പ്രോസസ്സുകളും പോളിട്രോപിക് തന്നെ ആകാറാണ് പതിവ്. ഓക്കെ, ഇനി ഇതിന് ഇൻഡിക്കേറ്റർ ഡയഗ്രാം എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് നോക്കാനായിട്ടുള്ളത് PV ഡയഗ്രാം ആണ്. അതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇവിടെ തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് അഡയാബാറ്റിക് പ്രോസസ്സിൽ ബാധകമാവുന്ന നിയമം PV/n = കോൺസ്റ്റന്റ് ആണ് എന്നുള്ളത്. ഇവിടെ n എന്താ എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. n എന്താ എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. n എന്താണ്? പോളിട്രോപിക് ഇൻഡെക്സ് എന്നുള്ളതാണ് n നെ വിളിക്കുക. അതിന്റെ വാല്യൂ 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഏത് വാല്യൂ അതിന് വരാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് എങ്ങനെയാണ് PV ഡയഗ്രാം വരിക എന്നുള്ളത് നോക്കാം. ഇവിടെ PV ഡയഗ്രാം ഈ രൂപത്തിലാണ് PV ഡയഗ്രാം ഉണ്ടാവുക. ഇനി ഐസോ തെർമൽ പ്രോസസ്സും അതേപോലെ തന്നെ അഡയാബാറ്റിക് പ്രോസസ്സും ഈ ഒരു പ്രോസസ്സുമായി താരതമ്യം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഉണ്ടായിരിക്കുക എന്നുള്ളത് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുക. ഇവിടെ നോക്കുന്ന സമയത്ത് ഞാൻ മുകളിൽ കളർ കോഡ് കാണിക്കുന്നുണ്ട്. അത് ആ കളർ കോഡ് നീല നിറത്തിലുള്ളത് ഗ്രാഫ് ഐസോ തെർമൽ ആണ്. നീല നിറത്തിലുള്ളത്. റെഡ് നിറത്തിലുള്ളത് അഡയാബാറ്റിക് ആണ്. അതുപോലെ തന്നെ നമ്മളെ ബ്ലാക്ക് നിറത്തിലുള്ളതാണ് എന്ത്? പോളിട്രോപിക്. അപ്പൊ ഇതിൽ സെന്ററിൽ കാണുന്നതാണ് പോളിട്രോപിക്. ഇതിൽ ഏത് ഗ്രാഫ് വേണമെന്നുണ്ടെങ്കിലും പോളിട്രോപിക്കിന് എടുക്കാൻ വേണ്ടി സാധിക്കും. പോളിട്രോപിക്കിലെ n ഉണ്ടല്ലോ, പോളിട്രോപിക് നമ്മളൊരു n പറഞ്ഞിട്ടുണ്ട്. ആ n മാറുന്നതിനനുസരിച്ച് ഗ്രാഫ് ഏത് രൂപത്തിൽ വേണമെങ്കിലും വരും. ഇപ്പൊ സപ്പോസ് n = 1 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഐസോതെർമലിന്റെ ഗ്രാഫാണ് വരിക. n = ഗാമയാണെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ അഡയാബാറ്റിക്കിന്റെ ഗ്രാഫും ആയിരിക്കും വരിക. n = 1 ആണെങ്കിൽ ഐസോതെർമലിന്റെ ഗ്രാഫ് ആയിരിക്കും വരിക. n = ഗാമയാണെന്നുണ്ടെങ്കിൽ അഡയാബാറ്റിക്കിന്റെ ഗ്രാഫ് ആയിരിക്കും വരിക. അപ്പൊ അതുകൊണ്ടാണ് ഇത് ജനറൽ പ്രോസസ് എന്ന് അർത്ഥത്തിൽ നമ്മൾ വിളിക്കാൻ കാരണം. സാധാരണഗതിയിൽ n-ന്റെ വാല്യൂ 1-ന്റെയും ഗാമയുടെയും ഇടയിൽ ആണ് സാധാരണ പൊതുവായിട്ട് നമുക്ക് പ്രോബ്ലംസിലൊക്കെ വരാറ്. എയറിന്റെ ഗാമ എത്രയാണ്? ഗാമ പറഞ്ഞാൽ CP/CV ആണ്. അതിന് അഡയാബാറ്റിക് ഇൻഡെക്സ് എന്നാ വിളിക്കുക. എയറിൻ്റെത് അത് 1.4 ആണ്. അപ്പൊ 1-ന്റെയും 1.4-ന്റെ ഇടയിലാണ് സാധാരണ ആര് വരാറ്? സാധാരണ n-ന്റെ വാല്യൂ സാധാരണഗതിയിൽ വരാറ് 1-ന്റെയും 1.4-ന്റെയും ഇടയിലാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങളാണ് PV ഡയഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് TS ഡയഗ്രാം നോക്കാം.
ഇനി നമുക്ക് ടി എസ് ഡയഗ്രാം ആണ് നോക്കാനുള്ളത്. ടി എസ് ഡയഗ്രാം വരുന്നത് ഒരു ചന്ദ്രക്കല പോലെ മുകളിലേക്കാണ്. നിങ്ങൾക്ക് ഇവിടെ ഗ്രാഫ് എങ്ങനെ വരിക എന്നുള്ളത് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഹീറ്റ് കൊടുക്കുന്നുണ്ടല്ലോ, അക്കാരണത്താൽ തന്നെ ടെമ്പറേച്ചർ കൂടുന്ന ദിശയിലായിരിക്കും പ്രവർത്തനം നടക്കുക. അതുകൊണ്ട് ഇവിടെ ആരോ മാർക്ക് മുകളിലേക്കായിരിക്കും വരിക. ഇനി നമ്മൾ തിരിച്ച് പിസ്റ്റൺ എക്സ്പാൻഡ് ചെയ്യണതിന് പകരം കംപ്രസ് ചെയ്യിക്കുകയാണ് ചെയ്യിക്കണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചൂടാക്കുന്നതിന് പകരം നമ്മൾ തണുപ്പിക്കുകയായിരിക്കും ചെയ്യുക. അങ്ങനെയാണ് ആരോ മാർക്ക് താഴോട്ടായിരിക്കും വരിക. ഈ ഷേപ്പ് പഠിച്ചു വെക്കുക. മുകളിലേക്ക് ഒരു ചന്ദ്രക്കല പോലെ മുകളിലേക്കായിരിക്കും ടി എസ് ഡയഗ്രത്തിന്റെ ഷേപ്പ് ഉണ്ടായിരിക്കുക. ഇനി അടുത്തത് നമുക്ക് റിലേഷൻസ് ആണ് പഠിക്കാനുള്ളത്. അതായത് പോളിട്രോപിക് പ്രോസസ്സുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പോളിട്രോപിക് പ്രോസസ്സിന് അഡയാബാറ്റിക് പ്രോസസ്സുമായിട്ട് ഒരുപാട് സാമ്യതകളുണ്ട്. അഡയാബാറ്റിക് പ്രോസസ്സിൽ നമ്മൾ പി വി റേസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നാ പഠിച്ചത്. പി വി റേസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റ്. എന്നാൽ ആ ഗാമയുടെ സ്ഥാനത്ത് പോളിട്രോപിക് പ്രോസസ്സിലേക്ക് വന്നപ്പോൾ എന്തായിട്ട് മാറി? ഗാമയുടെ സ്ഥാനത്ത് എൻ ആയിട്ട് മാറിയേ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരൊറ്റ വ്യത്യാസേ റിലേഷൻ ബിറ്റ്വീൻ പാരാമീറ്റേഴ്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അഡയാബാറ്റിക് പ്രോസസ്സിൽ നിന്ന് പോളിട്രോപിക് പ്രോസസ്സിലേക്ക് വരുമ്പോൾ പി വി റേസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നുള്ളതിൽ നിന്ന് പി വി റേസ് ടു എൻ ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നായി മാറി. അപ്പൊ അതിനനുസരിച്ച് എന്ത് മാറിയിട്ടുണ്ട്? നമ്മുടെ റിലേഷൻ ബിറ്റ്വീൻ പാരാമീറ്റേഴ്സും അതിനനുസരിച്ച് മാറിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി ഇന്റേണൽ എനർജി ചേഞ്ച് നമുക്ക് നോക്കാം. പഴയതുപോലെ തന്നെയാണ് ഫോർമുല. അതുപോലെ തന്നെ എൻതാൽപ്പി ചേഞ്ചും പഴയ ഫോർമുല തന്നെയാണ്. ഞാനൊരു അല്പം ഇവിടെ ഓടിച്ചു പോകുന്നുണ്ട്, കാരണം ഇനിയിപ്പോൾ ഈ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മുൻ വീഡിയോയുടെ ലിങ്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട് അഡയാബാറ്റിക് പ്രോസസ്സിന്റെ. അതിവിടെ കാണാവുന്നതാണ്. നിങ്ങൾക്ക് ഒന്നും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായി നന്നാവും. ഇനി വർക്ക് ഡണ്ന്റെ ഡെറിവേഷൻ നമുക്ക് വരുന്നുണ്ട്. അതിന്റെ മുമ്പേ തന്നെ ഞാൻ അഡ്വാൻസ് ആയിട്ട് ഇക്വേഷൻ പറയാണ്. അത് എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ അഡയാബാറ്റിക് പ്രോസസ്സുമായിട്ടുള്ള സാമ്യത പറയാൻ വേണ്ടിയിട്ടാണ്. വർക്ക് ഡൺ നിങ്ങൾ നോക്കുക. ഇവിടെ ഈ n-1ന്റെ സ്ഥാനത്ത് അഡയാബാറ്റിക് പ്രോസസ്സിൽ എന്തായിരുന്നു? ഗാമ -1 എന്നായിരുന്നു. അപ്പോ അഡയാബാറ്റിക് പ്രോസസ്സിന്റെ വർക്ക് ഡണ്ണും പോളിട്രോപിക് പ്രോസസ്സിന്റെ വർക്ക് ഡണ്ണും തമ്മിൽ ഒരേ ഒരു വ്യത്യാസം, n ഉള്ളിടത്ത് നമ്മൾ ഗാമ ഉള്ളിടത്ത് നമ്മൾ പകരം എന്ത് കൊടുത്താൽ മതി? ഗാമ ഉള്ളിടത്ത് പകരം n കൊടുത്താൽ മതിയാകും. അപ്പൊ അഡയാബാറ്റിക്കിന്റെ ഫോർമുല പഠിച്ചാൽ ഗാമക്ക് പകരം നമ്മൾ n എന്ന് കൊടുക്കാൻ റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് പോളിട്രോപിക്കിന്റെ ഫോർമുല ഈസി ആയിട്ട് കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫേർഡ് നോക്കുകയാണ്. അതുപോലെ തന്നെ വർക്ക് ഡണ്ണിന്റെ ഡെറിവേഷൻ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അഡയാബാറ്റിക് പ്രോസസ്സിൽ Q ഈക്വൽ ടു 0 ആണ്. എന്നാൽ ഇവിടെ Q 0 അല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടാവും എന്ന് കരുതാണ്. അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫേർഡിന്റെയും വർക്ക് ഡണ്ണിന്റെയും ഡെറിവേഷൻ ഇവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആദ്യം വർക്ക് ഡണ്ണിന്റെ ഡെറിവേഷൻ ആണ് ചെയ്യുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്മൾ അഡയാബാറ്റിക് പ്രോസസ്സിൽ എങ്ങനെയാണോ ഡെറിവേഷൻ വരുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ ഡെറിവേഷൻ. നിങ്ങൾക്ക് നോട്ട് ചെയ്തെടുക്കാം. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. അഡയാബാറ്റിക് പ്രോസസ്സിലെ ഗാമയുടെ സ്ഥാനത്ത് നമുക്ക് ഇവിടെ എന്തായി മാറിയിട്ടുണ്ട്? n ആയി മാറിയിട്ടുണ്ട് എന്നുള്ള ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. അവസാനം എത്തിച്ചേരുന്ന റിസൾട്ടിലും ആ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ്. ഇനി നമ്മൾ ഈ ഒരു സ്റ്റെപ്പും കഴിഞ്ഞു. അവസാനം നമ്മൾ എന്ത് ചെയ്യും? ഫൈനൽ റിസൾട്ടിൽ ഇതുപോലെ എത്തിച്ചേരുന്നതാണ്. ഫൈനൽ റിസൾട്ടുകൾ നമുക്ക് ഈ രണ്ട് റിസൾട്ടുകൾ അവസാനമായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ. ഈ രണ്ട് ഇക്വേഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫേർഡിലേക്ക് പോകണത് പുതുതായി പഠിക്കാനുള്ള കാര്യങ്ങളാണ്. ഹീറ്റ് ട്രാൻസ്ഫേർഡ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ് നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫേർഡ് കണ്ടുപിടിക്കുക എപ്പോഴും അപ്ലൈ ചെയ്യാറ്. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? Q ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡബ്ല്യു. ഡെൽറ്റ യുവിന് എന്ത് കൊടുത്തു? mcv T2 മൈനസ് T1 എന്ന് കൊടുത്തു. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. വർക്ക് ഡണ്നെ നിങ്ങൾ മുൻപ് കണ്ടുപിടിച്ച ഫോർമുലയായിട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമ്മൾ മേയേഴ്സ് റിലേഷനെയും അതുപോലെ തന്നെ അഡയാബാറ്റിക് ഇൻഡെക്സിന്റെ ഫോർമുലയെയും കൊണ്ടുവരികയാണ്. നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആദ്യം മേയേഴ്സ് റിലേഷൻ നോക്കുക. നിങ്ങൾ മേയേഴ്സ് റിലേഷൻ എന്താ? മുൻപ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. Cp മൈനസ് Cv ഈക്വൽ ടു R ആണ്. അഡയാബാറ്റിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാലോ ഗാമയാണ്. അത് Cp ഡിവൈഡഡ് ബൈ Cv ആണെന്ന് കാണാൻ സാധിക്കും. അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? Cp ഈക്വൽ ടു Cv ഇൻറ്റു ഗാമ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു.
സി പി ഈക്വൽ ടു സി വി ഇൻറ്റു ഗാമ. ഈ അഡിയാബാറ്റിക് ഇൻഡെക്സിന്റെ ഫോർമുലയിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും സി പി ഈക്വൽ ടു സി വി ഇൻറ്റു ഗാമ. ഇനി ഈ ഒരു ഇക്വേഷൻ നമ്മൾ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ സി പിയുടെ ഇക്വേഷൻ നമ്മൾ മുകളിലത്തെ മേയേഴ്സ് റിലേഷനിലേക്ക് ഇട്ട് കൊടുക്കുന്ന പക്ഷം സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദിസ് ടു മേയേഴ്സ് റിലേഷനിലേക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും? സി പിക്ക് പകരം എന്ത് വരും? സി വി ഗാമ മൈനസ് സി വി ഈക്വൽ ടു ക്യാപിറ്റൽ ആർ. അങ്ങനെയാണെങ്കിൽ രണ്ട് പദത്തിലും എന്തുണ്ട്? നമുക്ക് സി വി വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സി വിയെ വെളിയിലേക്ക് എടുക്കാം. അപ്പൊ സി വിയെ വെളിയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ സി വി ഇൻറ്റു ഗാമ മൈനസ് 1 ഈക്വൽ ടു ക്യാപിറ്റൽ ആർ. ഇതിൽ നിന്ന് സി വിക്ക് ഒരു ഫോർമുല നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സി വി ഒരു ഭാഗത്ത് നിർത്തി ഗാമ മൈനസ് 1 നമ്മൾ താഴോട്ട് കൊണ്ടുവന്നാൽ ഫോർമുല എങ്ങനെയായിട്ട് മാറും? സി വി ഈക്വൽ ടു ആർ ബൈ ഗാമ മൈനസ് 1. എന്തിനാണ് ഇത്രയും ചെയ്തത് എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സംശയം ഉണ്ടായിരിക്കാം. നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ ആദ്യം നമ്മൾ കൊടുത്ത ക്യൂവിന്റെ ഇക്വേഷൻ നോക്കുക. ഏറ്റവും രണ്ടാമത്തെ ലൈനിൽ കാണുന്ന വലിയ ഇക്വേഷൻ, ആ വലിയ ഇക്വേഷനിൽ സി വിക്ക് പകരം നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ച വാല്യൂ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. പിന്നെ നമ്മൾ നേരെ അവസാനത്തെ സ്റ്റെപ്പിലേക്ക് വരിക. സി വിക്ക് പകരം നമ്മൾ എന്ത് കൊടുത്തു? ആർ ബൈ ഗാമ മൈനസ് 1 എന്ന് കൊടുത്തു. ബാക്കിയുള്ളതെല്ലാം സെയിം ആണ്. അപ്പൊ ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നോക്കാം. ഇവിടെ നമ്മൾ ചെയ്ത് സി വിക്ക് ഒരു ഫോർമുല ഉണ്ടാക്കി, എന്നിട്ട് സി വി ആറിന്റെ രൂപത്തിൽ അവിടെ കൊണ്ടുകൊടുത്തു. പിന്നെ നമ്മൾ എന്താ ചെയ്യാൻ പോണത്? നമുക്ക് നേരത്തെ ആ ഒരു പേജിൽ കാണിച്ച അതേ ഇക്വേഷൻ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തതാണ് ഇവിടെ. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താണെന്ന് നോക്കാം. എല്ലാത്തിലും പൊതുവായിട്ട് വരുന്ന ആളുകളാണ് എം ആർ, അതുപോലെ തന്നെ T1 മൈനസ് T2. ഇവിടെ T2 മൈനസ് T1 ആണ്. അപ്പോൾ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ഒരു -1 ഇവിടെ വരും എന്നുള്ളത് മനസ്സിൽ വെക്കുക. അപ്പൊ T2 മൈനസ് T1 നമ്മൾ പുറത്തേക്ക് എടുത്തു. T2 മൈനസ് T1 അല്ല, T1 മൈനസ് T2. T1 മൈനസ് T2 പുറത്തേക്ക് എടുത്തു. അപ്പൊ ആദ്യത്തെ പദത്തിൽ പിന്നെ ബാക്കി ഉണ്ടായത് ആര് മാത്രമാണ്? ബാക്കി ഉണ്ടായത് 1/n-1 മാത്രമാണ്. എന്നാൽ ഈ ഒരു പദത്തിൽ ഒരു നെഗറ്റീവ് ഓൾറെഡി ഇവിടെ ഉണ്ട്. അതിന്റെ പുറമെ ആരുണ്ടാവും? ഈ ഗാമ മൈനസ് 1 ഉണ്ടാവും. ആ നെഗറ്റീവ് ആണ് ഇവിടെ സെന്ററിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അപ്പൊ 1/n-1 മൈനസ് 1/ഗാമ മൈനസ് 1 എന്ന് ബ്രാക്കറ്റിനകത്തും ഉണ്ടായിരിക്കും. ഇനി നമ്മൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുന്ന സമയത്ത് ഈ ഗാമ മൈനസ് 1 എങ്ങോട്ട് കയറും? ഗാമ മൈനസ് 1 മുകളിലോട്ട് കയറും. n-1 n-1 മുകളിലോട്ട് കയറും. ഓക്കെ ആണല്ലോ. അങ്ങനെ കയറി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? Q ഈക്വൽ ടു MR T1 മൈനസ് T2 ബ്രാക്കറ്റിന്റെ മുകളിൽ ഗാമ മൈനസ് 1 മൈനസ് n-1 ഡിവൈഡഡ് ബൈ n-1 ഇൻറ്റു ഗാമ മൈനസ് 1 എന്നുള്ള രൂപത്തിൽ നമുക്ക് ലഭിക്കും. ഞാനിവിടെ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ഉള്ള കുറച്ച് ലൈനുകൾ മായ്ക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നോട്ട് ഇവിടുന്ന് എഴുതിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാമെന്നുള്ളത് നോക്കാം. നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പിൽ നിർത്തിയ ഇക്വേഷൻ ഇവിടെ വീണ്ടും എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഒരു ഇക്വേഷനിൽ സ്ക്വയർ ബ്രാക്കറ്റിന്റെ മുകളിലായിട്ടുള്ള ഈ ഒരു ടേമിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നത്, അതായത് ഗാമ മൈനസ് 1 മൈനസ് n-1 എന്നതിനെ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുക എന്താണ്? ഗാമ മൈനസ് n എന്നുള്ളതാണ്. അപ്പൊ ഏതൊക്കെ ടേമാണ് ഇവിടെ കട്ടായി പോകുന്നത്? ഇവിടെ നിങ്ങൾക്ക് 2 1 കാണാൻ സാധിക്കും. ഇവിടെ ഒരു 1 ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു 1 ഉണ്ട്. രണ്ടും എന്താവും? കട്ടായി പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ 2 1 കട്ടായി പോകുന്ന സമയത്ത് ബാക്കി നമുക്ക് ഉണ്ടാവുക ഗാമ മൈനസ് n എന്നുള്ളതാണ്. ഇനി നമ്മൾ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം. അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഒരു n-1 കാണാം. n-1 മാത്രം നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൽ നിന്ന് വെളിയിലേക്ക് MR T1 മൈനസ് T2 താഴേക്കായിട്ട് കൊണ്ടുവരും. അതാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഇപ്പൊ സ്ക്വയർ ബ്രാക്കറ്റിന്റെ അകത്തിൽ നിന്ന് നിങ്ങൾ n-1 മാത്രം പുറത്തേക്ക് ചാടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി ഉണ്ടാവുക 2 ടേമാണ്. ഏതൊക്കെയാണ്? ഗാമ മൈനസ് എന്നും ബാക്കി ഉണ്ടാവും, അതുപോലെ തന്നെ ഗാമ മൈനസ് 1 നിങ്ങൾക്ക് ബാക്കി ഉണ്ടാവും. ബ്രാക്കറ്റിനകത്ത് പുറത്ത് എന്തുണ്ടാവും? MR T1 മൈനസ് T2 ഉണ്ടാവും, ഡിവൈഡഡ് ബൈ പുറത്തേക്ക് എടുത്ത n-1 ഉണ്ടായിരിക്കും. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമ്മളിവിടെ MR T1 മൈനസ് T2 ഡിവൈഡഡ് ബൈ n-1 എന്നുള്ള ഫോർമുല മുമ്പ് എപ്പോഴെങ്കിലും പഠിച്ചിട്ടുണ്ടോ?
അതെ, നമ്മൾ കുറച്ചു മുമ്പ് പോളിട്രോപിക് വർക്ക് എന്ന് പറഞ്ഞ ഫോർമുല പഠിച്ചിട്ടുണ്ട്. അതേ ഫോർമുലയാണ് നമുക്ക് ഇവിടെ ഈ ഒരു ബ്രാക്കറ്റിനകത്ത്, ഞാനൊരു നീല റൗണ്ടിനകത്തിട്ട ഈ ഒരു ഭാഗം പോളിട്രോപിക് വർക്ക് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിന്റെ അർത്ഥം എന്താണ്? ഹീറ്റ് ട്രാൻസ്ഫേർഡ് Q ഈസ് ഈക്വൽ ടു പോളിട്രോപിക് വർക്കിനെ ഗാമ മൈനസ് എൻ ബൈ ഗാമ മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ്. അത് നമുക്ക് വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഡബ്ല്യുവിനെ ഗാമ മൈനസ് എൻ ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ആരെ കിട്ടും? ഹീറ്റ് ട്രാൻസ്ഫേർഡ് ലഭിക്കുന്നതാണ് എന്നർത്ഥം. അപ്പോൾ നമ്മൾ ഫൈനലായിട്ട് പഠിക്കേണ്ട ഫോർമുല ഈ ഒരു ഫോർമുലയാണ്. ഇതോടുകൂടി നമ്മൾ പോളിട്രോപിക് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പഠിക്കേണ്ട ഫോർമുല നമ്മൾ ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഒരു ബോക്സിനകത്ത് റെഡ് ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രീ എക്സ്പാൻഷൻ അതുപോലെ തന്നെ പ്രോബ്ലംസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലംസ് ഒക്കെയാണ് വരും വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇതൊരു തുടർച്ചയാണ് വീഡിയോസ്. മുൻപത്തെ വീഡിയോ കാണാത്തവർക്ക് അത് കാണാം. ഇനി നമ്മൾ പ്രോബ്ലംസും അതുപോലെ തന്നെ സെക്കൻഡ് മോഡ്യൂളായിരിക്കും ഇനി വരുന്ന വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാം.